അങ്ങനെ ഒരു ബഹളം കൂടെ കഴിഞ്ഞു. ട്രംപ് മോദി കൂടിക്കാഴ്ച അത് ഫ്രാൻസിൽ വെച്ചായിരുന്നു. വലിയ ബഹളമായിരുന്നു ഇന്ത്യയിൽ. അതായത് നമ്മുടെ 3 നാവികർ കൊല്ലപ്പെട്ടല്ലോ. അപ്പോൾ അത് അമേരിക്കൻ പട്ടാളമാണ് വെടിവെച്ചിട്ടത്. അതിന് നരേന്ദ്രമോദിയൊന്നും പറയുന്നില്ല. ട്രംപിൻ്റെ കുത്തിരി പിടിച്ചിട്ട് അതിന് സമാധാനം പറയിപ്പിച്ചല്ലേ വിടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ, വഴിയെ പോയ ആൾക്കാർ മുഴുവൻ, ഫേസ്ബുക്ക് മുഴുവൻ നരേന്ദ്രമോദിക്ക് ചീത്തയാണ്. എന്നെയും വഴിയെ പലരും ചീത്ത വിളിച്ചു. താൻ എന്തെടുക്കുകയാണ് വിളവാ, തനിക്ക് ഈ 3 പേര് മരിച്ചതിൽ ഒന്നും പറയാനില്ലേ? ഞാനത് പറഞ്ഞതാണ്. അവർ കേൾക്കാത്തതിന് ഞാനെന്ത് ചെയ്യാൻ? 3 അല്ല, 11 പേര് ഗൾഫ് രാജ്യങ്ങളിൽ മരിച്ചിരുന്നു. അത് ഈ വിദ്വാൻമാർ പറയുന്നില്ല. എനിക്കതാണ്. മൊത്തം 14-16 പേര് ഗൾഫിൽ മരിച്ചു. ആ മരിച്ചതിൽ 11 പേര് ഇന്ത്യക്കാരായിരുന്നു. ഇറാൻ്റെ ആക്രമണത്തിലാണ് മരിച്ചത്. അതിനെപ്പറ്റി ഇവർക്ക് മിണ്ടാട്ടില്ല. അതും ചോദിക്കേണ്ടതല്ലേ? അമേരിക്കയോട് മാത്രമല്ല, ഇറാനോടും ചോദിക്കേണ്ടത്. താനാരോടും ഞങ്ങളുടെ 11 പേരെ കൊല്ലാൻ തനിക്കെന്താ കാര്യം എന്ന് ചോദിക്കണ്ടേ? അതാർക്കും ചോദിക്കേണ്ട, അമേരിക്കയോട് ചോദിക്കണം. ഒടുവിൽ മോദി ഫ്രാൻസിൽ ചെന്നപ്പോൾ, ഇത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ആകാശത്തേക്ക് ചോദിച്ചാൽ മതിയോ? ഇവർക്ക് വേണ്ടത് നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ തെറി പറയുക. അപ്പോൾ അയാൾ തിരിച്ച് 10 ചീത്ത വീണ്ടും വിളിക്കും. അപ്പോൾ അയാൾ തിരിച്ച് ചീത്ത പറയും. ഇങ്ങനെ അലമ്പാക്കുക, അതാണ് ഇവരുടെ ഉദ്ദേശം. മോദി അതിൽ നിന്ന് കൊടുത്തില്ല. മോദി അത് മാന്യമായിട്ട് കൈകാര്യം ചെയ്തു. മോദി അവിടെ പോയി ഫ്രാൻസിൽ G7 മീറ്റിങ്ങിൽ, നമ്മൾ G7 പെട്ടതല്ല കേട്ടോ. പക്ഷേ G7 മീറ്റിംഗ് നടക്കുമ്പോൾ കുറേ രാജ്യങ്ങളെ അവർ സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട് വിളിക്കും. മിക്കവാറും നമ്മളെ വിളിക്കാറുണ്ട്. മീറ്റിംഗ് എവിടെയാണെങ്കിലും നമ്മളെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിച്ചു. നരേന്ദ്രമോദി പോയി അവിടെ പോയിട്ട് നമ്മളുടെ ഊഴം വന്നപ്പോൾ നരേന്ദ്രമോദി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ അന്താരാഷ്ട്ര തലത്തിൽ ലക്ഷക്കണക്കിന് ആണ് ഇന്ത്യക്കാർ പല കപ്പലുകളിലായിട്ട് ജോലി ചെയ്യുന്നത്. അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് എല്ലാവരുടെയും ചുമതലയാണ്. അത് നിങ്ങളുടെ എന്ത് കരാറോ എന്ത് ഡീലോ എന്തൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യജീവന്, പ്രത്യേകിച്ച് കപ്പലിലെ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇതൊക്കെ ട്രംപിനെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്. നീ ഇത് പറയുകയല്ലാതെ മരിച്ചവരെ ജീവിപ്പിച്ചുകൊണ്ട് പാടോ എന്നങ്ങനെ എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ അതല്ല, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അമേരിക്കക്കാരൻ്റെ നക്കാപ്പിച്ച മേടിക്കാനൊന്നും മോദിയെ കിട്ടില്ല. നഷ്ടപരിഹാരം കമ്പനി വഴിക്ക് കിട്ടാനുള്ളത് കിട്ടും. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇറാനിൽ നിന്നാണ് ഈ കപ്പലുകൾ പുറപ്പെട്ടത് ആണല്ലോ. പോകുന്നത് എങ്ങോട്ടായിരുന്നു അതാരും പറയുന്നില്ല, ആർക്കും അറിഞ്ഞുകൂടാ. ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്കുമായിട്ട് വന്നാൽ ഞങ്ങൾ തടയും, വെടിവയ്ക്കും എന്ന് അമേരിക്ക നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് ന്യായമാണോ അല്ലേ എന്നുള്ളത് ഇരിക്കട്ടെ, പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട്. വാണിംഗ് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് വെടി കപ്പലിന് നേർക്കാണ്, പക്ഷേ കപ്പലിൽ കൊള്ളുകയില്ല. അങ്ങനെ വാണിങ്ങും കൊടുത്തതാണ്. യുദ്ധസമാനമായ സാഹചര്യമല്ല, യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലത്തു കൂടെയാണ് നിങ്ങൾ കപ്പൽ കൊണ്ടുപോകുന്നത്. ഇറാൻ നിങ്ങളെ ആക്രമിക്കുമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. കാരണം ഇറാൻ്റെ ചരക്കുമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. അമേരിക്ക നിങ്ങളെ നോട്ടമിടും എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയുള്ള സ്ഥലത്തൂടെ പോയിട്ട് അവർ വെടിവെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് വെടിവെച്ചത് ന്യായമാണോ എന്നൊക്കെ ചോദിക്കുന്നതിനകത്ത് ചെറിയ പെശകുണ്ട്. അത് കൂടുതൽ ചർച്ചയാവും തോറും കൂടുതൽ വഷളാവും. ഇതാണ് അതിൻ്റെ സത്യം. ഇതെങ്ങോട്ടാണ് ഈ എണ്ണ പൊക്കോണ്ടിരുന്നത്? എണ്ണയോ ഫെർട്ടിലൈസറോ എന്തുമായിക്കോട്ടെ, ഒരു കപ്പലിൽ എണ്ണ തന്നെയായിരുന്നു. അപ്പോൾ ഇറാനിൽ നിന്ന് കയറ്റരുത് എന്ന് പറഞ്ഞിട്ട് ഇവൻ കടലിൽ കിടക്കുന്നു. ആര്? അമേരിക്കക്കാരൻ. ഇറാനാണെങ്കിൽ കപ്പലും കയറ്റി വിട്ടിട്ട് നിങ്ങൾ പൊക്കോ, നിങ്ങളായി, നിങ്ങളുടെ പാടായി എന്ന് പറയും. ഇത്രയും റിസ്ക് എടുത്ത് ഒരു കപ്പൽ കൊണ്ടുപോകുമ്പോൾ വെടിയോ പടക്കമോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണല്ലോ എല്ലാവർക്കും. പക്ഷേ എന്നാലും ഇന്ത്യൻ കപ്പലല്ല, അത് ഇന്ത്യയിലേക്ക് വന്നതുമല്ല. പക്ഷേ മരിച്ചത് ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് ആ ഇഷ്യൂ നമ്മൾ ടേക്കപ്പ് ചെയ്യണം. പക്ഷേ ഒരു പരിധിക്കപ്പുറം അത് അജിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കള്ളത്തരത്തിൽ നമ്മൾ പാർട്ടികളാണ് എന്ന് വരും. അപ്പോൾ അതും വരാൻ പാടില്ല. അതുകൊണ്ട് ജനറൽ ടേംസിൽ മോദി പറഞ്ഞു, ഇതുപോലത്തെ
കപ്പൽ ജോലിക്കാരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഏർപ്പാട് കൂടെ ഉണ്ടാവണം ഈ കരാറൊക്കെ നടക്കുമ്പോൾ എന്ന് പ്രസംഗത്തിൽ പറഞ്ഞു. പ്രസംഗത്തിൽ രണ്ടാമത് പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് വളരെ പ്രധാനമായിട്ട് തോന്നിയത്. റൊണാൾഡ് റീഗൻ്റെ വാക്കുകൾ കടമെടുത്തിട്ട് ട്രംപിനോടായിട്ട് മോദി പറഞ്ഞു, ട്രസ്റ്റ് ബട്ട് വെരിഫൈ എന്നൊരു പ്രിൻസിപ്പിളുണ്ട്. വിശ്വസിക്കുക, പക്ഷേ ഒന്ന് പരിശോധിക്കണം കേട്ടോ. വിശ്വാസമാണ്, സംഗതിയൊക്കെ ശരിയാണ്, ഐ ബിലീവ് യു ഫുള്ളി, ബട്ട് ഞാനൊന്ന് വെരിഫൈ ചെയ്യും. നമ്മൾ ഈ കാശൊക്കെ അച്ഛൻ കാശ് തിന്നു കഴിഞ്ഞാലും എണ്ണി വാങ്ങണം എന്ന് പറയാറില്ലേ? അത് അച്ഛനെ വിശ്വാസം ഇല്ലായിട്ടല്ല, അച്ഛനെ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ കാശ് ഒന്ന് എണ്ണണം. ഇന്നാടാ 500 രൂപ എന്ന് പറഞ്ഞ് അച്ഛൻ കുറേ നോട്ട് നമ്മുടെ തന്നാൽ നമ്മളൊന്ന് എണ്ണി നോക്കണം എന്നാണ് അതിൻ്റെ സന്ദേശം. ഇനി എണ്ണി നോക്കിയില്ലെങ്കിൽ അച്ഛൻ തന്നെ പറയും, എണ്ണി നോക്കാൻ 500 ഉണ്ടോ ഇല്ലേന്ന്. ഇല്ലേ, എനിക്ക് അനുഭവം ഉള്ളതാണ്. എൻ്റെ അച്ഛനൊക്കെ എപ്പോഴും പറയുമായിരുന്നു, എടാ നീ നോട്ട് എണ്ണി നോക്ക്, എത്രയുണ്ടെന്ന് നോക്ക് എന്ന് പറയും. ഞാൻ എണ്ണി നോക്കും, അച്ഛനെ കാണിച്ച് തന്നെ എണ്ണണം. അപ്പോൾ ഇതിനാണ് ട്രസ്റ്റ് ബട്ട് വെരിഫൈ എന്ന് പറയുന്നത്. ഇത് മോദി ഓർമ്മിപ്പിച്ചു. ആരെ? ട്രംപിനെ. എന്തിനെ ഓർമ്മിപ്പിച്ചു? എടോ കാരണവരെ, തന്നെ വിശ്വസിച്ച് ഞാൻ കുറച്ച് പെരുമാറിപ്പോയി, പക്ഷേ തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പരിശോധനയിൽ മനസ്സിലായി. ഇതല്ലേ അതിൻ്റെ അർത്ഥം? റൊണാൾഡ് റീഗൻ എന്ന അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വാക്കുകൾ തന്നെ ഡൊണാൾഡ് ട്രംപിനെതിരെ നരേന്ദ്രമോദി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങളെ ഞാൻ വിശ്വസിച്ചു, പക്ഷേ പരിശോധനയിൽ നിങ്ങൾ അത്ര വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് ശരി, കുഴപ്പമൊന്നുമില്ല, ഇനിമേലിൽ പഴയ ആ ചൂടും ചൂരും ഒന്നും ഉണ്ടാവില്ല എന്ന് സാരം ഈ സിഗ്നൽ കൊടുത്തു. ഇത് കഴിഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ കണ്ട് സംസാരിക്കുന്നത്. അത് രഹസ്യ മീറ്റിംഗാണ്, അതിൽ എന്ത് സംസാരിച്ചു എന്ന് നമുക്കറിയില്ല. ബട്ട് അത് കഴിഞ്ഞുള്ള പ്രസ് മീറ്റിൽ നരേന്ദ്രമോദിയുടെ ഇരിപ്പ്, സംസാരത്തിൻ്റെ ടോൺ, ഇത് വളരെ കോൾഡായിരുന്നു, ഒരു തണുപ്പൻ മട്ടായിരുന്നു. ഒരു എൻതൂസിയാസമോ എനർജിയോ ഒന്നും മോദി കാണിച്ചില്ല. അത് എനർജി ഇല്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വമാണ്. ആ ഒരു തളർന്ന ബോഡി ലാംഗ്വേജ്, ഒരു ചടങ്ങ് തീർക്കുന്ന പോലെ ഒരിരിപ്പ്, ലോ ടോണിൽ ഹിസ് എക്സലൻസി മിസ്റ്റർ പ്രസിഡൻറ്റ് ആപ്സെ പിछले साल मिलेंगे, ഈ രീതിയിൽ എഴഞ്ഞു വലിഞ്ഞ് ഒരു പറച്ചിൽ, ചിലപ്പോൾ ധൃതി കൂട്ടിയിട്ട് വഴിപാട് തീർക്കാനായിട്ടുള്ള ഒരു പറച്ചിൽ. ഇതാണ് മോദി നടത്തിയത്. ട്രംപ് പുള്ളിയുടെ യൂഷ്വൽ കൈയും കാലും ഒക്കെ എടുത്തുള്ള പ്രകടനമൊക്കെ നടത്തി. ആ മോദി എൻ്റെ ഭയങ്കര ഫ്രണ്ടാണ്, ഇന്ത്യയുടെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ സഹായത്തിനുണ്ടാകും, ട്രേഡ് ഡീൽ ഞങ്ങൾ ഒപ്പിടാൻ പോവുകയാണ് ഉടനെ. ഇതിനൊരു കുഴപ്പമുണ്ട്, ട്രേഡ് ഡീൽ ഒപ്പിടാൻ പോവുകയാണ് ഉടനെ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇടയ്ക്കൊരു ബഹളമൊക്കെ നടന്നു, 500 ബില്യൺ 5 വർഷം കൊണ്ട് 500 ബില്യൺ ട്രേഡ് നടക്കും, വർഷത്തിൽ 100 ബില്യൺ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കരാറ് ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. കഴിഞ്ഞ 2 ദിവസം മുമ്പ് അമേരിക്കക്കാരൻ തിരിച്ച് അമേരിക്കയ്ക്ക് പോയി, ഇപ്പോൾ വീണ്ടും 22-ാം തീയതി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ട്രേഡ് ഡീലിൻ്റെ കാര്യം. അപ്പോൾ ഇന്ത്യയുമായിട്ട് നിങ്ങളുടെ ബന്ധം എങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ട്രംപ് പറയുകയാണ്, ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ അമേരിക്ക ഇന്ത്യയുടെ കൂടെ ഉണ്ടാവും. എന്നിട്ടൊരു കണ്ടീഷൻ, നരേന്ദ്രമോദി ആയിരിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി, വേറെ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഈ മനുഷ്യൻ 2 വർഷം അവിടെ ഇരിക്കാൻ പോകുന്നുള്ളൂ, ട്രംപ് അമേരിക്കയിൽ. ഏതായാലും 2-ൽ കൂടുതൽ വർഷം നരേന്ദ്രമോദി ഇവിടെ ഇരിക്കുമെന്ന് ഉറപ്പാണ് താൻ. അപ്പോൾ പിന്നെ മോദിയാണെങ്കിലേ ഞാൻ സഹായിക്കുകയുള്ളൂ, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഗ്യാരണ്ടി ഇല്ലേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? പ്ലെയിൻ ഒരു അർത്ഥമേ ഉള്ളൂ, രാഹുൽ ഗാന്ധി നീ എങ്ങാനും നരേന്ദ്രമോദിയെ ഉരുട്ടിയിട്ട് പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ നിൻ്റെ കൂടെ നിൽക്കാൻ എന്നെ കിട്ടുകയില്ല ചെറുക്ക, അതുകൊണ്ട് അത് പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനെ ആൺകുട്ടിയാണ്. ട്രംപ് പറയുകയാണ്, മോദി ഭയങ്കര സുന്ദരനാണ്, ശാന്തനാണ്, കൂൾ ആൻഡ് കാം. ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ്, ഐ കനോട്ട് ബി കൂൾ. എനിക്കത് പറ്റില്ല, ഞാനിങ്ങനെ കടുക് വെറുക്കുന്ന പോലെ ബഹളം വയ്ക്കുന്ന ആളാണ്. മോദി അങ്ങനെയല്ല, ശാന്തനാണ്, പക്ഷേ സൈലൻറ്റ് കില്ലർ നെഗോഷിയേറ്ററാണ്. കൊല്ലുന്ന വിലപേശൽ ശക്തിയുള്ള ആളാണ്. ആണല്ലോ, ഗുജറാത്തിയല്ലേ, അപ്പോൾ ആ കഴിവൊക്കെ അങ്ങർക്ക് പണ്ട് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട്
ട്രംപിനെ പോലെ ഈ വാവളൊന്ന് വെറുതെ ബഹളം വയ്ക്കുക, തേറി പറയുക, ഈ പരിപാടിയൊന്നും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതേസമയം ട്രംപിൻ്റെ ഈ വാചകമടിയിൽ അദ്ദേഹം ഭ്രമിച്ചു പോകുന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് ട്രസ്റ്റ് ബട്ട് വെരിഫൈ. വെരിഫിക്കേഷനിൽ പരാജയപ്പെട്ടവനാണ് ട്രംപ്. അതുകൊണ്ട് ഇനി ഒരു ഡിസ്റ്റൻസ് ഇട്ടങ്ങ് പോയാൽ മതി. വാസ്തവത്തിലുണ്ടല്ലോ, ഇപ്പോൾ ഭാരതം വെയിറ്റ് ചെയ്യുന്നത്, എൻ്റെ ഒരു വിലയിരുത്തൽ, 2 വർഷം കൂടെ സഹിച്ചാൽ മതിയല്ലേ ഈ പണ്ടാരത്തെ. 2 വർഷം കൂടെ അല്ലേ ഇയാൾ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടിരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്ന ആളുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ഏതായാലും ട്രംപ് രണ്ടാമത് ഇനിയും വരാൻ പോകുന്നില്ല. ഇപ്പോൾ ഇത് 2ാമത്തെ വരവാണ്. 3ാമത്തെ വരവ് എന്ന് പറഞ്ഞ് വരവില്ല അവിടെ. 2 തവണയേ ഒരാൾക്ക് പ്രസിഡൻ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ വന്നും പോയും ഒരു 2 വർഷം ഇങ്ങനെ തള്ളി നീക്കണം. അത് നമുക്ക് തട്ടിമുട്ടി അങ്ങ് നീക്കാമെന്നേ. അതുകൊണ്ട് ഇപ്പോൾ ട്രേഡ് ഡീൽ ഒപ്പിടാൻ അമേരിക്കയ്ക്കാണ് ധൃതി, നമുക്കൊരു ധൃതിയില്ല. എത്രയാ 10% ബേസ് താരിഫ്, അവിടെ സുപ്രീം കോടതിയൊക്കെ ഇടപെട്ടിട്ട് 10% ബേസ് താരിഫാക്കി. അതിൻ്റെ പുറത്ത് അടിമക്കച്ചവടം നടക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് 12% മറ്റോ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതുവരെ ചെയ്തിട്ടില്ല. അടിമക്കച്ചവടം ഇവിടെ ഇല്ല, ഇന്ത്യയിലില്ല. പക്ഷേ നിങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളിൽ അടിമക്കച്ചവടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇതെന്തൊരു പണ്ടാരം. നമ്മളൊരു സാധനം മേടിക്കുന്നു, നമ്മൾ മാന്യനായിരിക്കണം, ശരി. നമ്മൾ വാങ്ങുന്ന കടക്കാരന് 2 ഭാര്യമാരുണ്ടെങ്കിൽ നമ്മുടെ സാധനത്തിന് വില കൂട്ടും. ഇതെന്ത് ഭ്രാന്ത്? ഇങ്ങനെയൊക്കെയാണ് അമേരിക്കയുടെ കണ്ടീഷൻ. അപ്പോൾ മോദി അങ്ങനെ കൈയും മടിയിൽ വെച്ച് അങ്ങനെ ഇരുന്നു, എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോട്ടെ. ആ ഇരിപ്പ് കാണേണ്ട ഒരു ഇരിപ്പാണ് കേട്ടോ. പറ്റുമെങ്കിൽ ആ വീഡിയോ തന്നെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. ട്രംപിൻ്റെ കൈയും കാലും കലാശമൊക്കെ കാണിച്ചുകൊണ്ടുള്ള പെരുമാറ്റവും മോദി ഇങ്ങനെ താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള മട്ടിൽ ഇരിക്കുന്നത്. ഏതായാലും ട്രംപിൻ്റെ ഉറപ്പാണ്. എന്നാലും അത് ഒരു ഉറപ്പാണല്ലോ, അതിന് സ്ഥിരതയൊന്നും ഉണ്ടാവില്ല, നാളെ മാറ്റി പറയും. എനിക്കത് കേട്ടപ്പോൾ ഒരു തമാശയ്ക്കാണെങ്കിലും ഒരു രസം തോന്നി. കാരണം മോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ ഞാനുണ്ടാവും നിങ്ങളെ സഹായിക്കാൻ. ഇപ്പം ഞാൻ ഓർത്തുപോയി, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇയാൾ എന്ത് സഹായമാണ് ചെയ്തേ? ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ നമ്മളെ ഉപദ്രവിച്ചതല്ലാതെ ഇയാളെന്ത് സഹായം ചെയ്തു? അതുകൊണ്ട് ആ വാക്കിലൊന്നും വിശ്വസിക്കേണ്ട. അതാണ് ട്രംപ് പറഞ്ഞത്, വെരിഫിക്കേഷനിൽ നിങ്ങൾ തോറ്റുപോയി കാരണവരെ. അതുകൊണ്ട് നമുക്ക് ശരി, നിങ്ങളൊരു രാഷ്ട്രത്തലവനാണ്, ഓക്കെ, അത് അങ്ങനെ അങ്ങ് പോട്ടെ. അങ്ങനെ 2 വർഷം എങ്ങനെയെങ്കിലും തള്ളി നീക്കാം എന്ന് വിചാരിക്കുന്നു. ഈ ഇൻ്റർവ്യൂവിൽ വെച്ചും ഈ മരിച്ചുപോയ നാവികരുടെ ഇഷ്യൂ വന്നു. ദൂരദർശൻ്റെ പ്രതിനിധി ട്രംപിനോട് ചോദിച്ചു, 3 നാവികർ കൊല്ലപ്പെട്ടു, നിങ്ങൾക്ക് അനുശോചനമില്ലേ എന്ന് ചോദിച്ചു. ട്രംപ് പറഞ്ഞു, ഓഫ് കോഴ്സ്, അത് മനുഷ്യജീവൻ അങ്ങ് പോയതാണ്, അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. എനിക്കറിയാം ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ, ഇറ്റ്സ് എ വെരി ടഫ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട്, കണ്ടാൽ കളി കണ്ടില്ലെങ്കിൽ കാര്യം എന്നുള്ള മട്ടിൽ പുള്ളി അടുത്ത പത്രപ്രവർത്തനോട് എന്താ ചോദ്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് സ്ലിപ്പ് ചെയ്ത് പോയി. അതൊരു ആത്മാർത്ഥമായ ഖേദപ്രകടനവും സംഗതിയോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ട്രംപിന് അത് പറയേണ്ടി വന്നു ആ സാഹചര്യത്തിൽ. മോദി ട്രംപിനോട് മാപ്പ് പറയണമെന്നൊന്നും ആവശ്യപ്പെട്ടില്ല. മോദി പറഞ്ഞു, ഈ പരിപാടി ശരിയല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. കാരണം മോദി പറഞ്ഞു, ലക്ഷക്കണക്കിന് ഞങ്ങളുടെ ആൾക്കാർ പല കമ്പനികളിൽ പല സ്ഥലത്ത് ഭൂമിയുടെ പല കോണുകളിൽ പല കപ്പലുകളിൽ ജോലി ചെയ്യുന്നു. അവരുടെ ജീവൻ അവന് തോന്നിയ മാസം ആളുകൾക്ക് വെടിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അത് പറ്റില്ല എന്നാണ് മോദി തീർത്ത് പറഞ്ഞത്. മൊത്തത്തിൽ ഈ G7-ൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തതിൻ്റെ ഗുണമുണ്ടായത് അമേരിക്കയ്ക്ക് കുറേ കൂടെ ക്ലിയറായ മെസ്സേജ് കൊടുക്കാൻ പറ്റി. അതിലൊന്നാണ് ട്രസ്റ്റ് ബട്ട് വെരിഫൈ. നമ്പർ 2 ഈ കപ്പലിൽ വെടികൊണ്ട് മരിച്ച ആളുകളുടെ കാര്യം. 3ാമത്തത് മോദിയുടെ ബോഡി ലാംഗ്വേജ്. അത് തുടക്കം മുതൽ കാണാമായിരുന്നു. ആദ്യം കണ്ടപ്പോൾ ട്രംപ് മോദിയെ കണ്ട പോലെയും നടിച്ചില്ല, മോദി ട്രംപിനെ കണ്ട പോലെയും നടിച്ചില്ല. ആ ഫോട്ടോ സെഷൻ കഴിഞ്ഞപ്പോൾ ട്രംപ് എതിർദിശയിലേക്ക് പോകാൻ പോയി. ആരോ ട്രംപിനെ പിടിച്ച് അങ്ങോട്ടല്ല ചേട്ടാ ഇങ്ങോട്ട്, ട്രംപ് ഇങ്ങനെ വെടികൊണ്ട പന്നിയെ പോലെയാണല്ലോ, പാഞ്ഞങ്ങ് പോവുകയാണ്. അപ്പം ആരോ പിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകും. മോദിയുടെ മുമ്പിൽ കൂടെ ട്രംപ് നടന്നുപോയി. ട്രംപ് മോദിയെ നോക്കിയില്ല, മോദി ട്രംപിനെ നോക്കിയില്ല. പിന്നെ ഇരിക്കാൻ നേരത്ത്, എല്ലാവരും വട്ടത്തിലിരിക്കാൻ നേരത്ത്
ട്രംപിൻ്റെ അടുത്താണ് മോദിയുടെ കസേര. അതാരോ പാര വെച്ചതാണ് അവിടെ. എന്തോ ആയിക്കോട്ടെ, മോദി അവിടെ ഇരുന്നു. ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ട്രംപ് കൈനീട്ടി, മോദിയും കൈനീട്ടി, ഒന്ന് കൈ കുലുക്കി. ട്രംപ് കയ്യിലൊന്ന് മുട്ടുകൈക്കൊന്ന് തട്ടുകയൊക്കെ ചെയ്തു. പിന്നെ ഗൗരവമായ ഒരു കാര്യം, അത് മേശപ്പുറത്ത് വിരൽ ചൂണ്ടിയിട്ട് ഈ എംഫസിസ് കൊടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി പറഞ്ഞ കാര്യമാണ്. അത് എന്ത് പറഞ്ഞു എന്നാർക്കും അറിയില്ല. പക്ഷേ വളരെ ഗൗരവമായിട്ട് എന്തോ കാര്യം പറഞ്ഞു. അതിന് പലവിധ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഞങ്ങളുടെ ആൾക്കാരെ കൊന്ന് എന്തിനാടോ കാരണവരെ എന്ന് ചോദിച്ചതാവാം, അല്ലെങ്കിൽ ഇനി മേലാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകരുതെന്ന് വാണിംഗ് കൊടുത്തതാവാം. എന്ത് വ്യാഖ്യാനമാകാം. നമുക്കിപ്പോൾ ഒരു വിരൽ മേശയിലേക്ക് ചൂണ്ടി സംസാരിക്കുമ്പോൾ എന്തോ ഒരു ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറം കംപ്ലീറ്റ് സ്പെക്കുലേഷനാണ്. ഏതായാലും മൊത്തത്തിൽ ബോഡി ലാംഗ്വേജ് നോക്കിയാലും ഡിസ്കഷൻ എടുത്താലും പത്രസമ്മേളനം എടുത്തു കഴിഞ്ഞാലും പൊതുവേ ഭാരതം അമേരിക്കയോട് ഒരു തണുപ്പൻ നയമാണ് എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാവും. ബാക്കി ഇനി വഴിയേ വരട്ടെ, നോക്കാം. താങ്ക് യു.